വിനിത, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായുള്ള സൗഹൃദം അങ്ങനെ ഒരു വശത്തും ഉണ്ടെന്ന് പറയുമ്പോഴും അധിക തീരുവയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് അണുവിട പിന്നോട്ട് പോയിട്ടില്ല അമേരിക്ക. അതുകൊണ്ട് തന്നെയാണോ ഈ ഫോൺ കോളുകൾ പലവട്ടം ഫോൺ വിളിച്ചിട്ടും നരേന്ദ്രമോദി ട്രംപിന്റെ കോള് നിരസിച്ചു, അല്ലെങ്കിൽ ആ കോൾ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വിവരം അത് ജർമ്മൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അക്കാര്യം തള്ളുന്നില്ല വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഒരാൾ പോലും എന്നുള്ളതാണ്. തീർച്ചയായും സ്മിത, തള്ളുന്നില്ല എന്ന് പറയുമ്പോഴും ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുമില്ല. ഒപ്പം തന്നെ യുഎസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരീകരണമോ അല്ലെങ്കിൽ യുഎസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളോ ഒന്നും പുറത്തു വരുന്നുമില്ല. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജർമ്മൻ പത്രമാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പ്രധാനമന്ത്രി പലപ്പോഴും മൈ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ അഭിസംബോധന ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഈ തീരുവ ഉണ്ടാവുകയും പിന്നീട് അത് പകര തീരുവയാവുകയും ഒപ്പം തന്നെ അത് വലിയ രീതിയിലേക്ക് ആ സൗഹൃദത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള തലങ്ങളിലേക്ക് മാറിയിരുന്നു. ഇതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി പലതവണ ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ ജർമ്മൻ പത്രം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളുകൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം വർദ്ധിച്ചു വരുന്നതിനിടെ നരേന്ദ്രമോദി കോളുകൾ നിരസിച്ചതായാണ് ഈ ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 4 തവണ ട്രംപ് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 4 തവണയും അദ്ദേഹം ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിക്കുകയോ ട്രംപുമായി പിന്നീട് അദ്ദേഹം സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും ഇന്നൊരു പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നേക്കും. നേരത്തെ തന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലേക്കുള്ള ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റു തരില്ല, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മാറ്റം ഇതിൽ നമ്മൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ളതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. ഇതിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 66% കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളെയും ഈ തീരുവ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 50% തീരുവ വർദ്ധിപ്പിച്ചു എന്നുള്ളതൊക്കെ പറയുമ്പോഴും നിലവിലുള്ള സാധനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കൊക്കെ നിലവിൽ 9% തീരുവ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഈ 9%-ന് പുറമെയാണ് ഈ 50% അധിക തീരുവ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധനങ്ങൾക്ക് 59% തീരുവയാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ നൽകേണ്ടി വരിക. ഇത് ഈ വസ്ത്രങ്ങൾക്ക് മാത്രമാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് എല്ലാ സാധനങ്ങൾക്കും നിലവിൽ ചുമത്തിയിരിക്കുന്ന തീരുവയ്ക്ക് പുറമെയാണ് ഈ 50% എന്നുള്ളത് തന്നെയാണ്. ഇത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഭ്യന്തര ഉപഭോഗം കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇന്ത്യ ഇതിനോടകം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ കയറ്റുമതി വ്യവധി വൈവിധ്യവൽക്കരിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ താരിഫ് ഷോക്ക് എന്ന് തന്നെ പറയാം, ഇത് മറികടക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളതെന്നാണ് വിദഗ്ധരൊക്കെ, സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടി ഒരു ശ്രമമാണ് ഈ കേന്ദ്ര സർക്കാർ GST പരിഷ്കരണത്തിന് ഒരുങ്ങുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്ന് മുതൽ ഈ അധിക തീരുവ 50% തീരുവ ബാധകമായി വരികയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഈ സെപ്റ്റംബർ 16-നുള്ളിൽ അത് അമേരിക്കയിലേക്ക് എത്തണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനപ്പുറം പോവുകയാണെങ്കിൽ, സെപ്റ്റംബർ 16-ന് അപ്പുറം പോവുകയാണെങ്കിൽ ഈ സാധനങ്ങൾക്കുൾപ്പെടെ 50% തീരുവ ബാധകമാകും. സ്മിത, വിനിത വിജയാണ് വിവരങ്ങളുമായി ന്യൂഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.